സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭനും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഈ 9-അംഗ ബെഞ്ച് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോവുകയാണ്. ഈ 9-അംഗ ബെഞ്ചിൽ ആരൊക്കെയാകും അംഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ എപ്പോൾ തീരുമാനം അറിയാനാകും? അതിനുശേഷം ഈ 9-അംഗ ബെഞ്ച് ആദ്യം തന്നെ കേൾക്കുക ശബരിമലയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളായിരിക്കില്ലേ? 9-അംഗ ബെഞ്ചിൽ ആരൊക്കെയായിരിക്കും മെമ്പേഴ്സ് എന്നുള്ളത് സാധാരണഗതിയിൽ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളൊക്കെ അറിയുന്നത് കോസ്റ്റ് ലിസ്റ്റ് വന്നു കഴിയുമ്പോഴാണ്. കോസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേസ് വരുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പം 7-ാം തീയതി, ഏപ്രിൽ 7-ാം തീയതിയാണ് വാദം തുടങ്ങുന്നത്. അതിനു മുമ്പായിട്ട് കോസ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഏതൊക്കെ ജഡ്ജസ് ആണ് ഈ 9-അംഗ ബെഞ്ചിലുള്ളത് എന്നറിയാൻ കഴിയും. അതിൽ നേരത്തെ ശബരിമല വിഷയം സംബന്ധിച്ച വാദങ്ങളിൽ ജഡ്ജി ആയിരുന്ന ആരും ഇല്ല ഇപ്പോൾ ബെഞ്ചില്. എല്ലാവരും റിട്ടയർ ആയി പോയി. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് മാത്രമേ ഉള്ളൂ. ചീഫ് ജസ്റ്റിസിന്റെ പ്രൊറോഗറ്റീവ് ആണ് ആരൊക്കെ ആയിരിക്കണം 9-അംഗ ബെഞ്ചിലെ മെമ്പേഴ്സ് എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കും. അതിനുശേഷം ഈ വാദം നടത്താനുള്ള തീയതികൾ നിശ്ചയിച്ചു കഴിഞ്ഞ് 7 മുതൽ 9 വരെ തീയതികളിൽ റിവ്യൂ പെറ്റീഷനേഴ്സ്, അതായത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കുള്ള വാദത്തിനുള്ള സമയമാണ്. 14 മുതൽ 16 വരെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കും 21, 22 അമിക്കസ് ക്യൂറി കോടതിയുടെ ഫ്രണ്ടായിട്ട് ഒരു സീനിയർ അഭിഭാഷകനെ നിയോഗിച്ച് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കാനുള്ള ദിവസങ്ങളാണ്. അതിനുശേഷം വിധി പ്രസ്താവം ഉണ്ടാകും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർച്ച് 14-ന് മുമ്പ് എല്ലാ കക്ഷികളും റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്തേണ്ടതുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ ഉള്ളവര് എന്ത് നിലപാടാണ് സുപ്രീം കോടതിയിൽ എടുക്കുന്നത് എന്നുള്ളത് റിട്ടേൺ ആയിട്ട് അതാണ് ഏറ്റവും പ്രധാനം. സംസ്ഥാന സർക്കാരും നിലപാട് എഴുതി അറിയിക്കേണ്ടതുണ്ട്. എന്താണ് പുതിയ നിലപാട് എന്നുള്ളത് അറിയിക്കേണ്ടതുണ്ട്. ആ നിലപാട് എന്നുള്ളത് നേരത്തെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ? അതാണ് ഇനി അറിയേണ്ടത്.